സർവലോകനായക നമോ നമോ, സർവലോകനായക നമോ നമോ. ജീവനറ്റവരിൽ കനിഞ്ഞ നിരാമയ വരദാ, നീ വാവാനോർ വാഴ്ത്തും നായക, നീ വാവാനോർ വാഴ്ത്തും നായക. ജീവനേ എൻ ജീവനേ നമോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നല്ല ഒരു ദിനം കൂടി ദാനം നൽകി തന്ന ദൈവത്തിന് നന്ദി കരേറ്റുന്നു. 1 തീമത്തിയോസ് 6 അധ്യായം 15-16 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഈ ഭൂമിയിൽ എളിയവനായി ജനിച്ച് ബഹുമാന്യനായി നടന്ന് സാധാരണക്കാരനായി ജീവിച്ച് നിശബ്ദമായി വേദന സഹിച്ച് നീചമരണം വരിച്ച് വിജയശ്രീ ലാളിതനായി ഉയർത്തെഴുന്നേറ്റ് ഉയരെ കരേറിപ്പോയവൻ, തേജസ്സോടെ മടങ്ങി വരുന്ന ഒരുവനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഇവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. വരുവാനുള്ള ഒരു ദിവസം എല്ലാ മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടങ്ങും, എല്ലാ നാവും അവനെ കർത്താവെന്ന് ഏറ്റുപറയും. ഈ ഭൂമിയിൽ കേവലം ഒരു പൈതലായി കടന്നു വന്നവൻ സർവശക്തനായ ദൈവം ആയിരുന്നു. കുഞ്ഞുങ്ങളെ സ്വന്തം കൈകളിലെടുത്ത് അനുഗ്രഹിച്ചവൻ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ അനുഗ്രഹമുള്ളവനായിരുന്നു. ദേവാലയത്തിൽ ശാസ്ത്രിമാരെയും പരീശന്മാരെയും പഠിപ്പിച്ചവൻ, ഒരു മനുഷ്യനും ഒരിക്കലും കാണാത്തവനും കാണാൻ സാധിക്കാത്തവനുമായിരുന്നു. അവൻ്റെ ജ്ഞാനമേറിയ വാക്കുകളെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തവർ ഒരു നാൾ അതിന് ആമേൻ എന്ന് പറയും. മുൾക്കിരീടം അണിഞ്ഞ് ധൂമവസ്ത്രം ധരിച്ചവൻ രാജാതി രാജാവാണ്. ഇവൻ ഞങ്ങൾക്ക് കർത്താവല്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ തള്ളിക്കളഞ്ഞവൻ കർത്താതി കർത്താവാണ്. ക്രൂശിനെ ചുറ്റിയിരുന്ന അന്ധകാരത്തിൽ ഏകനായി കഷ്ടം സഹിച്ചവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. തൻ്റെ സ്വന്തം സൃഷ്ടിയാൽ അപമാനിക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിയവൻ ഒരു ദിവസം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ബഹുമാനം ഏറ്റുവാങ്ങും. ക്രൂശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് ദയനീയമായി പറഞ്ഞവൻ സർവശക്തിയുള്ളവൻ ആയിരുന്നു. ക്രൂശിന്മേൽ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചവൻ മരണമില്ലാത്തവനായിരുന്നു. നാം ക്രിസ്തുവിനെ മത്തായിയുടെ സുവിശേഷത്തിൽ രാജാവായും, മർക്കോസിൽ ദാസനായും, ലൂക്കോസിൽ മനുഷ്യനായും, യോഹന്നാനിൽ ദൈവമായും കാണുന്നു. ഇതെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം ക്രിസ്തുവിനെ വളരെ ഉയർത്തി. നാം നമ്മുടെ രക്ഷകൻ എന്ന നിലയ്ക്ക് ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവം ഉയർത്തിയ ഇവനെ നാമും എങ്ങനെ നിസാരനും സാധാരണക്കാരനായും കണക്കാക്കുവാൻ കഴിയും? ഈ വലിയവനായ ദൈവത്തെ, സകലത്തിൻ്റെയും ഉടയവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന അൻപുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ലൊരു ദിനത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അവിടുന്ന് അയച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ ജനനത്താൽ, അവിടുത്തെ ജീവിതത്താൽ, അവിടുത്തെ മരണത്താൽ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് നൽകിയതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവുമായ കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. മാനവമഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.